നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബേബിയുടെ പിന്തുണയിൽ കൊല്ലം സീറ്റ് ഉറപ്പിക്കുകയാണ് ചിന്ത ജെറോം. എം എ ബേബി പാർട്ടി സെക്രട്ടറി ആയതോടെ CPM-ൽ ചിലർ ശക്തി പ്രാപിക്കും. അത്തരം ചേരികളിലും മാറ്റമുണ്ടാകും. ഭരണത്തിന്റെ കാലാവധി തീരുന്നതോടെ പിണറായി യുഗത്തിന് തിരശീല വീഴുമെന്നാണ് ജനങ്ങൾ കരുതുന്നത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായതോടെയാണ് പിണറായിയുടെ കസേരയ്ക്ക് അധികം നാൾ ആയുസ് ഉണ്ടാവില്ല എന്ന് വ്യക്തമാകുന്നത്. 1 വർഷം മാത്രമാണ് സർക്കാരിന് മുന്നിൽ ഇനിയുള്ളത്. അതിൽ തന്നെ 4 മാസത്തോളം പെരുമാറ്റച്ചട്ടമായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നീ 3 തെരഞ്ഞെടുപ്പുകൾ 1 വർഷത്തിനിടയിൽ പാർട്ടിക്ക് നേരിടണം. ഭരണവിരുദ്ധ വികാരം ശക്തമായതോടെ തിരിച്ചുവരവിന്റെ ചെറിയൊരു പ്രതീക്ഷ പോലും CPM-നില്ല. P. രാജീവാണ് ബേബിയുടെ വലങ്കൈ. രാജീവിനൊപ്പം ബാലഗോപാലും MP രാജേഷുമുണ്ട്. ഷംസീറും ഈ ചേരിക്കൊപ്പം നിൽക്കും. മരുമകൻ മുഹമ്മദ് റിയാസിനോടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഷംസീറിനെ ഇവരോട് അടുപ്പിക്കുന്നത്. ഇതിന്റെ അലയൊലികൾ മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കും. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി എതിരിടാനുള്ള കരുത്ത് ഈ ചേരികൾക്കില്ല. അതുകൊണ്ട് കാത്തിരുന്ന് കരുക്കൾ നീക്കും. അതുവരെ പിണറായിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളായി തന്നെ MA ബേബി നിൽക്കുകയും ചെയ്യും. ബേബി പാർട്ടി സെക്രട്ടറി ആയതോടെ കൊല്ലം ജില്ലയിലെ പാർട്ടിയിൽ ചിന്ത ജെറോമിന്റെ സ്വാധീനം വർദ്ധിക്കുമെന്നാണ് സൂചന. ബേബിയുടെ അരുമ ശിഷ്യയാണ് ചിന്ത. പാർട്ടി സെക്രട്ടറിയായി ബേബി ചുമതല ഏറ്റെടുത്തതോടെ വിവിധ ചാനലുകൾ ബേബി സ്തുതികളുമായി ചിന്ത നിറയുകയും ചെയ്തു. അതേസമയം ക്ലിഫ് ഹൗസിലും ചിന്തയ്ക്ക് കൃത്യമായ സ്വാധീനം തന്നെയുണ്ട്. മുകേഷിന് പകരം കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ചിന്ത മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 ടേമായ മുകേഷ് പല കാരണങ്ങളാൽ പാർട്ടിക്ക് പോലും താല്പര്യമില്ലാത്ത ആളായി മാറി. സ്വന്തം സ്ഥലമായ കുണ്ടറയിൽ ചിന്ത മത്സരിക്കട്ടെ എന്നാണ് കൊല്ലം മണ്ഡലത്തിൽ കണ്ണു നട്ടിരിക്കുന്നവർ പറയുന്നത്. വിഷ്ണുനാഥിന്റെ കയ്യിലിരിക്കുന്ന കുണ്ടറ സേഫ് അല്ല എന്നതുകൊണ്ട് തന്നെ കൊല്ലത്താണ് ചിന്തയുടെ കണ്ണ്. അരുമശിഷ്യയ്ക്ക് കൊല്ലം സീറ്റ് ഉറപ്പിക്കാൻ പാർട്ടി സെക്രട്ടറിയായ ME ബേബി തന്നെ മുൻകൈയെടുക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ഏതായാലും ചിന്ത ജെറോമിന് നല്ല കാലമാണ് ഇപ്പോൾ എന്ന് സൂചനകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും.